ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസിന് എന്തൊക്കെ കറികൾ വെക്കുന്നതാണ് കേട്ടോ. നാളെയാണ് ക്രിസ്മസ്, അതിൻ്റെ തലേ ദിവസം വെക്കുന്നതാണ് ഞാൻ ഇതൊക്കെ വെച്ച് വയ്ക്കുവേ. അപ്പോൾ ഇത് മീൻകറിയാണ്. ഈ മീൻകറിക്കകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം വഴറ്റി നല്ല കറിവേപ്പിലയൊക്കെ ഇട്ട് നെയ്മീനാണ് കറി വയ്ക്കുന്നത്. അപ്പം ക്രിസ്മസിൻ്റെ തലേ ദിവസം തന്നെ ഇത് കറി വെച്ച് വെച്ചാൽ ക്രിസ്മസിന് അന്ന് കൂട്ടാൻ നല്ല ടേസ്റ്റായിട്ടിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു കുറച്ച് അരപ്പെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ കലക്കി വേണം വെക്കാൻ. ഡയറക്റ്റ് പൊടികളിട്ടാൽ കരിഞ്ഞു പോവുകയും, അതുകൊണ്ടാണ് ഞാൻ കലക്കി വെച്ചേക്കുന്നത്. പിന്നെ കുടംപുളിയും വേണ്ട അരപ്പ് ഞാൻ ഇട്ടേ വേണ്ടേ. ഇത് നന്നായിട്ട് കിടന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല എണ്ണ തെളിഞ്ഞ് വരണം. ഞാൻ അതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഒരു നുള്ള ഇട്ടിട്ടുള്ള ഇത് കാശ്മീരി ചില്ലി മാത്രം കേട്ടോ. മല്ലിപ്പൊടി ഞാൻ ഒരുപാട് ഇട്ടില്ല, കാരണം ഈ കൂട്ടാൻ ഇന്ന് വെച്ച് വയ്ക്കും, നാളെ എടുക്കത്തുള്ളൂ. ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു ഞാൻ വയ്ക്കുന്നത്. ആവശ്യത്തിന് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് ഇതിൻ്റെ അകത്തോട്ട് ഇടുമ്പോൾ ഇച്ചിരി മുമ്പിട്ട് നിൽക്കണേ, കാരണം നമുക്ക് ആ മീനിൻ്റെ അകത്തോട്ട് പിടിക്കണ്ടായോ. അവിടെ ഞാൻ കുറച്ചുകൂടെ ഉപ്പിടുവാണ്. വേണ്ട ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മീൻ പറക്കിയിടാമേ. അത് നമുക്ക് മീൻ പറക്കിയിടാവേ. ഓരോന്നോട്ട് ഇങ്ങനെ പറക്കിയിടാം എല്ലാ മീനും. എല്ലാം പറക്കിയിട്ട് ഇനി അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്ത് മുക്കി വയ്ക്കാമേ. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് വറ്റണം. ഇത് കഴിയുമ്പോൾ നമുക്കൊരു ലാസ്റ്റ് ഒരു ടെക്നിക്കും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇത് ഇന്ന് കൂട്ടരുത്, ഇന്ന് കൂട്ടിയാൽ കൊള്ളൂല കേട്ടോ, നാളെ വേണം കൂട്ടാൻ, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇനിയും തിളച്ച് വറ്റണം കേട്ടോ. കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ച് വയ്ക്കാമേ. നമ്മളിതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം. നേരത്തെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. കുറച്ച് ഇങ്ങനെ ഒരു 3/4 ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ കായമാണ് ഗൈസ്. ഈ വലിയ മീനൊക്കെ കായ വിട്ട് വയ്ക്കണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഓക്കേ, ഇറക്കാറാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ അകത്തിട്ട് കൊടുക്കണേ. കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ അതിൻ്റെ അകത്തോട്ട് പിടിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വറ്റി ഇതിലെ എരിയും പുളിയും എല്ലാം അതിൽ പിടിച്ചിരിക്കും കേട്ടോ. അപ്പം ഇനി അടുത്ത് ഞാൻ വയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ, ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് കറിയാണേ. ഇത് സന്ധ്യമേരെ ഇവിടെ ഗുഹയടുപ്പാട്ടോ. ഇത് നമ്മൾ ബീഫെല്ലാം വയ്ക്കേണ്ട ഈ അടുപ്പത്ത് വെച്ചാലേ ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷേ ഇവിടെ കറണ്ട് പോയി ഗൈസ്, ഇവിടെ എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം തന്നെ കേട്ടോ. അപ്പോൾ ഈ വിറകടുപ്പ് വേണ്ട ഇങ്ങനെ അടുപ്പ് വെച്ച് കത്തിച്ച് വേണ്ട ഇങ്ങനെയാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇളക്കി വിടണം, പക്ഷെ കറണ്ട് നമ്മൾ ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കിയാൽ മതി, നല്ല സെറ്റ് ബീഫ് കറിയാകും. ബീഫ് ഫ്രൈ അല്ല, പെരളൻ ബീഫ് നമുക്ക് ഈ ഒരു പരുവമായിട്ടുണ്ട് ഗൈസ്. ഏകദേശം എല്ലാം ഓക്കെ ആയി. ഇനി ഇത് ചെറു തീയിലിങ്ങനെ കിടന്നാൽ മതി, എല്ലാം ഓക്കെ ആയി. നാളെ രാവിലെ ആകുമ്പോൾ ഒന്നും കൂടെ ബീഫ് ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ഞാൻ പച്ചടിയും തലേദിവസം തന്നെ വെച്ചായിരുന്നേ. പൈനാപ്പിളും മുന്തിരിങ്ങയുള്ള പച്ചടിയാണിത്. അങ്ങനെ പച്ചടി റെഡി ആയിട്ടോ. ഇത്രയും കറികളെ ഞങ്ങൾ തലേദിവസം വെച്ച് വയ്ക്കുന്നത്, ബാക്കിയൊക്കെ നാളെയാണ്. പരിപ്പും പപ്പടവും തോരനും ഒക്കെ നാളെയാണ് കേസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ടാറ്റാ.